വിശദമായി നോക്കാം. നിയുക്ത മുഖ്യമന്ത്രി ശശികലയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി പനീർശെൽവം. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുന്നതിൽ തനിക്ക് യോജിപ്പില്ലെന്ന് പനീർശെൽവം പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്നും പനീർശെൽവം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ രംഗങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 40 മിനിറ്റോളം ജയലളിതയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് പനീർശെൽവത്തിന് നിർണായക വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ശശികലയ്ക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുകളാണ് പനീർശെൽവം നടത്തിയിരിക്കുന്നത്. ലോ അക്കാദമി സമരത്തിൽ നാടകീയ രംഗങ്ങൾ. ആത്മഹത്യാ ഭീഷണിയുമായി ABVP പ്രവർത്തകൻ മരത്തിന് മുകളിൽ കയറി. പെട്രോൾ തലവഴിയൊഴിച്ച് 2 UDF പ്രവർത്തകരുടെ ആത്മഹത്യാ ശ്രമം. സംഘർഷത്തിനിടെ വഴിയാത്രക്കാരനായ അബ്ദുൾ ജബ്ബാർ കുഴഞ്ഞു വീണ് മരിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ ABVP പ്രവർത്തകനായ ഷിനിത്ത് ആത്മഹത്യാ ഭീഷണിയുമായി പേരൂർക്കടയിലെ വലിയ മരത്തിന് മുകളിൽ നിലയുറപ്പിച്ചു. പ്രകടനമായെത്തിയ വിദ്യാർത്ഥികൾ പേരൂർക്കട കുടപ്പനക്കുന്ന് റോഡ് ഉപരോധിച്ചതോടെ സംഘർഷത്തിന് തുടക്കമായി. ലക്ഷ്മി നായരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടണം, പട്ടികജാതി പീഡന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം, മന്ത്രിസഭാ യോഗം ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റോഡ് ഉപരോധിച്ചത്. 3 മണിയോടെ എത്തിയ സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ സമരക്കാരുമായി ചർച്ച നടത്തി. സർക്കാരിന്റെ പക്കൽ ഞങ്ങളുടെ നിയമപരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അവതരിപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയാണ്. 5 മണിയോടെ സംഭവവികാസങ്ങൾ ജില്ലാ കളക്ടർ ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു. ലക്ഷ്മി നായരുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ DCP പാസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചതായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിദ്യാർത്ഥികളെ അറിയിച്ചു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി നടത്തിയ ഷിനിത്തിനെ ഫയർഫോഴ്സ് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ സംഘർഷം രൂപപ്പെട്ടു. ആക്രോശവുമായി പാഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ ഫയർഫോഴ്സിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ സമർത്ഥമായി ഷിനിത്തിനെ ഫയർഫോഴ്സ് വലയിലാക്കി. അതിനിടെ UDFന്റെ 2 പ്രവർത്തകർ തലവഴി പെട്രോൾ ഒഴിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പെട്രോൾ ഒഴിച്ചവർക്ക് നേരെ വെള്ളം ചീറ്റിയതോടെ സമരക്കാർ ഫയർ എഞ്ചിന് നേരെ കല്ലെറിഞ്ഞു. എന്നാൽ നേതാക്കളും പോലീസും ആത്മസംയമനം പാലിച്ചതോടെ വൻ ദുരന്തം ഒഴിവായി. ലക്ഷ്മി നായർ രാജിവെച്ചില്ലെങ്കിൽ ഇനിയും ആത്മഹത്യാ ശ്രമം നടത്തുമെന്ന് ഷിനിത്ത് പറഞ്ഞു. സംഘർഷത്തിനിടെ വഴിയാത്രക്കാരനായ മണക്കാട് സ്വദേശി അബ്ദുൾ ജബ്ബാർ കുഴഞ്ഞു വീണ് മരിച്ചു. ഹൃദ്രോഗിയായ ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യാ ശ്രമത്തിൽ തുടങ്ങി റോഡ് ഉപരോധം വരെ നീണ്ടുനിന്ന തികച്ചും സംഘർഷാത്മകമായ 4 മണിക്കൂറുകൾ കൊണ്ട് പേരൂർക്കടയിൽ നിന്നും കുടപ്പനക്കുന്നിലേക്കുള്ള റോഡ് പൂർണ്ണമായും നിശ്ചലമായി. എന്നാൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരെണ്ണത്തോട് സർക്കാർ വളരെ അനുഭാവപൂർവ്വമാണ് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ രൂക്ഷമാകുമെന്നതിന്റെ സൂചന തന്നെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമരം നൽകുന്നത്. ക്യാമറമാൻ അഖിലേഷൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. ലോ അക്കാദമി വിഷയത്തിലെ സർക്കാർ നിലപാട് നിഷേധാത്മകമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സമരം വഴിതിരിച്ചു വിടാനും അട്ടിമറിക്കാനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ഘടകകക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണെന്നും സർക്കാർ മാനേജ്മെന്റിന് വിടുപണി ചെയ്യുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് സമരം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് മുന്നണി ഭരണത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ലോ അക്കാദമിയുടെ സമരം വഴിതിരിച്ചു വിടുന്നതിനും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ സമരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമരം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വളരെ വളരെ അപലപനീയമാണ്. ഗവൺമെന്റ് പൂർണ്ണമായും മാനേജ്മെന്റിന് പൂർണ്ണമായും വിടുപണി ചെയ്യുന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിഹരിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കണം. ഇപ്പോൾ അതിൻ്റെ സമയമായിരിക്കുന്നു. ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് കാനം രാജേന്ദ്രൻ. പ്രതിപക്ഷത്തിന് മുതലെടുപ്പ് നടത്താൻ അനുവദിക്കരുതെന്നും കാനം പറഞ്ഞു. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ സമരം പരിഹരിക്കണം. അത് തുടർന്ന് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഗവൺമെന്റാണ് മുൻകൈ എടുക്കേണ്ടത്. സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമായി മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഗവൺമെന്റിന് സ്വാഭാവികമായിട്ടും അതിന്റെ ചുമതലയുണ്ട്. അത് നിർവഹിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പുതിയ സാഹചര്യത്തിലുള്ള ചില സമര രൂപങ്ങളാണ്. പ്രത്യേകിച്ച് വളരെ വേഗം ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സമര രൂപങ്ങളുണ്ട്. അതിപ്പോൾ പുതിയ നമ്മളിപ്പോൾ ഒരു വ്യവസ്ഥാപിത സമരത്തിൽ നിന്ന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്യാമ്പസിനുള്ളിലെ സമരത്തിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ക്യാമ്പസിന് പുറത്തെ സമരം അത് രാഷ്ട്രീയ സമരം.
സുഭാഷ് വാസുവിന്റെ വെള്ളാപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് SFI സംസ്ഥാന സെക്രട്ടറി വിജിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കോളേജിന്റെ മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനും വിദ്യാർത്ഥികൾ തീരുമാനിച്ചു. വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാൻ പോലും വിദ്യാർത്ഥികളെ അനുവദിക്കുന്നില്ലെന്ന് വിജിൻ ആരോപിച്ചു. നെഹ്റു കോളേജിനോട് കിടപിടിക്കുന്ന പീഡനങ്ങളാണ് സുഭാഷ് വാസുവിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തുടർന്നത്. പലകുറി വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടും നടപടിയും പരിഹാരവും ഇല്ലാതായതോടെയാണ് SFI സംസ്ഥാന സെക്രട്ടറി വിജിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ച് നടത്തി കൊടിമരം നാട്ടിയത്. താടി വെക്കരുത്, ഹാൻഡ് ചുരുട്ടി വെക്കരുത്, ഇന്റേണൽ മാർക്കിലെ കളി, ഹോസ്റ്റലിൽ മറ്റൊരാളുടെ ബെഡിൽ ഇരുന്നാൽ ഫൈൻ, മെത്ത ചുളിഞ്ഞാൽ ഫൈൻ, ഫൈനുകളുടെ മേളയായിരുന്നു കോളേജിലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇതിനെയൊക്കെ എതിർത്താൽ ഇടിമുറിയിലെ സ്നേഹപ്രകടനം വേറെയും സഹിക്കേണ്ടി വരും. വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിലക്കുണ്ടെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. സുഭാഷ് വാസുവിനും ട്രസ്റ്റിലെ മറ്റംഗങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് SFI നൽകിയത്. മറ്റ് സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇടിമുറി, ഫൈനിന്റെ പ്രളയം തുടങ്ങിയ നിരവധി പരാതികളാണ് വിദ്യാർത്ഥികൾ ഈ കോളേജിലും ഉന്നയിച്ചിട്ടുള്ളത്. അനിശ്ചിതകാല സമരത്തിലേക്കാണ് SFI നീങ്ങാൻ പോകുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ മുന്നിൽ നിന്ന് ആലപ്പുഴയിലെ ഷാജഹാനും പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കൃത്യസമയത്തായിരുന്നു നോട്ടുമാറ്റ പ്രഖ്യാപനമെന്ന് ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. നോട്ടുമാറ്റത്തിന് ശേഷം ആദ്യമായി ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രഖ്യാപനത്തിന് ശേഷം ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല, എന്തിനേയും നേരിടാൻ തയ്യാർ. അഴിമതി ആരോപണം ഉന്നയിച്ച് ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കും പരിഹാസം. ഇന്നലെ രാത്രിയിൽ ദില്ലിയിൽ ഭൂചലനമുണ്ടായെന്നും മോദി കളിയാക്കി. നോട്ടുമാറ്റ പ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനു ശേഷം പ്രധാനമന്ത്രി പാർലമെന്റിൽ മൗനം വെടിഞ്ഞു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകി സംസാരിച്ച മോദി നോട്ടുമാറ്റത്തെ ന്യായീകരിക്കാനാണ് മുഴുവൻ സമയവും ശ്രമിച്ചത്. സംവാദത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ TV പ്രതികരണങ്ങളിലൂടെ ആരോപണം ഉന്നയിക്കാനാണ് പലർക്കും താല്പര്യം. പല വമ്പന്മാരും വേദനിക്കപ്പെട്ടു. അവർ തന്റെ ജീവനെതിരെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ എന്തും നേരിടാൻ തയ്യാർ. ആരോഗ്യകരമായ അവസ്ഥയിലെ ശസ്ത്രക്രിയ ചെയ്യാനാകൂ. അങ്ങനെയെങ്കിൽ കൃത്യസമയത്ത് നോട്ടുമാറ്റം പ്രഖ്യാപിച്ച് കള്ളപ്പണത്തിനെതിരായ ശസ്ത്രക്രിയ നടത്താനായി എന്നും മോദി അവകാശപ്പെട്ടു. സ്വച്ഛ് ഭാരതിന് സമാനമായി നോട്ടുമാറ്റം രാജ്യത്തെ ശുദ്ധീകരിക്കും. കോൺഗ്രസിനെതിരെയും മോദി തിരിഞ്ഞു. അഴിമതി ആരോപണം ഉന്നയിച്ച് ഭൂകമ്പമുണ്ടാക്കുമെന്ന് രാഹുൽ ഗാന്ധി ശീതകാല സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്നലെ ദില്ലിയിലുണ്ടായ ഭൂകമ്പത്തെ പരാമർശിച്ച മോദി അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞ ഭൂകമ്പം വന്നുവെന്നും പരിഹസിച്ചു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് സമാന്തര സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടിരുന്നു. അതിനെതിരെയാണ് പോരാട്ടം. സ്വാതന്ത്ര്യം നേടിത്തന്നത് ഒരു കുടുംബം മാത്രമെന്ന് കോൺഗ്രസ് കരുതുന്നു. അഴിമതി രാജ്യസേവനമായും അവർ കൊണ്ടു നടക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിനു വേണ്ടി മരിച്ചപ്പോൾ BJPയിൽ ഒരു പട്ടിയെങ്കിലും കൊല്ലപ്പെട്ടോ എന്ന് മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇതിനും മോദി മറുപടി നൽകി. പട്ടികളെപ്പോലെ വളർന്നവരല്ല ഞങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തിനു വേണ്ടി മരിക്കാൻ കഴിയാത്ത തന്നെപ്പോലുള്ളവർ ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം ഓർമ്മിക്കണം. തെരഞ്ഞെടുപ്പിന്റെ കണ്ണാടിയിലൂടെ എല്ലാം കാണുന്നില്ല. നാടിന്റെ താല്പര്യമാണ് പ്രധാനം. 1.5 മണിക്കൂറോളം മോദിയുടെ പ്രസംഗം നീണ്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫസൽ വധക്കേസിൽ പുനരന്വേഷണം നടത്താൻ CBI തയ്യാറാകണമെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. CPIM നേതാക്കളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും രാഗേഷ് ചൂണ്ടിക്കാട്ടി. ഫസൽ വധക്കേസിൽ CBI പ്രതി ചേർത്ത CPIM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും 2 വർഷത്തോളം ജയിൽവാസത്തിന് ശേഷം 3.5 വർഷമായി സ്വന്തം ജില്ലയിൽ പോലും പ്രവേശിക്കാനാകാത്ത വിധത്തിൽ കഴിയുകയാണ്. സ്വന്തം നാട്ടിൽ പോലും പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള കർശന ജാമ്യ വ്യവസ്ഥ നാടുകടത്തലായി മാറിയിരിക്കുകയാണെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി. To bring before this August House regarding the gross human rights violation against 2 CPM leaders from my district, കാരായി രാജൻ and കാരായി ചന്ദ്രശേഖരൻ. RSS ആണ് ഫസൽ വധത്തിന് പിന്നിലെന്ന് മോഹനൻ കേസിലെ പ്രതിയുടെ കുറ്റസമ്മത മൊഴിയോടെ വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും CBI പുനരന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI ഭരണക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറുന്നത് ദൗർഭാഗ്യകരമാണെന്നും രാഗേഷ് പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്ന രാഗേഷിന്റെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. KK രാഗേഷ് വിഷയം അവതരിപ്പിക്കവേ BJP അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ 3 ഹർജികൾ കോടതി തള്ളി. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഹർജികളിൽ തീർപ്പ് കൽപ്പിച്ചത്.